പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിൽ കൂൾഡ് മോട്ടറാണോ വാട്ടർ കൂൾഡ് മോട്ടറാണോ നല്ലത് എന്നാണ്. അപ്പോൾ നമ്മുടെ അതിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മോട്ടർ വെള്ളം വെച്ച് തണുപ്പിക്കുന്നതും മറ്റൊരു മോട്ടർ ഓയിൽ വെച്ച് തണുപ്പിക്കുന്നതുമാണ്. ഇതിൻ്റെ പെട്ടെന്നൊരു ഡിഫറൻസ് പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ ബെയറിംഗ് ആണ്. അതായത് ഓയിൽ ഫില്ല് ചെയ്ത് വരുന്ന മോട്ടറുകളിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ബെയറിംഗ് ആണ്. അത് കൂടാതെ നോർമൽ നമ്മുടെ ഇൻസുലേറ്റഡ് അല്ലാത്ത വയറുകൾ, സാധാരണ കോയിൽ ഉപയോഗിച്ചുള്ള വൈൻഡിങ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് അത് ഓയിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ച് ചെയ്യുന്നതും ഇതിൽ ബെയറിങ്ങിന് പകരം ബുഷുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വെള്ളം തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പെട്ടെന്ന് നോക്കാവുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോർവെൽ പമ്പ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഏതൊരു കസ്റ്റമറുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണ് ഓയിൽ കൂൾഡ് പമ്പ് വാങ്ങണോ വാട്ടർ കൂൾഡ് പമ്പ് വാങ്ങണോ. അതായത് സബ്മേഴ്സിബിൾ പമ്പ് ഓയിൽ കൂൾഡ് ആണോ വാട്ടർ കൂൾഡ് ആണോ നല്ലത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ഓയിൽ കൂൾഡ് പമ്പിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, വാട്ടർ കൂൾഡ് പമ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇതേപോലത്തെ ചില പോയിന്റ്സ്, എൻ്റെ അറിവിലുള്ള ചില പോയിന്റ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വാട്ടർ കൂൾഡ് പമ്പുകൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലർക്കും ഓയിൽ കൂൾഡ് എന്ന പമ്പിനോട് ഒരു താല്പര്യം കുറവാണ്. എല്ലാവരും വാട്ടർ കൂൾഡ് പമ്പുകൾ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചില കമ്പനികൾ ഓയിൽ കൂൾഡ് പമ്പുകൾ തന്നെ ഒഴിവാക്കിയിട്ട് വാട്ടർ കൂൾഡ് പമ്പുകൾ മാത്രമായിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാട്ടർ കൂൾഡ് പമ്പുകൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം അതിൻ്റെ ലോങ് ലൈഫ്. കമ്പയർഡ് ടു ഓയിൽ കൂൾഡ് പമ്പ് നമ്മളൊരു മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു പമ്പ് വാട്ടർ കൂൾഡ് പമ്പുകൾ തന്നെയാണ്. പിന്നെയുള്ള കാര്യം ഈസി മെയിൻ്റനൻസ് ആണ്. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിനോട് എത്ര പേര് യോജിക്കുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിൽ ഓയിൽ കൂൾഡ് നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാൽ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മളൊരു ആവറേജ് കണക്കെടുത്ത് കഴിയുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് വാട്ടർ കൂൾഡ് പമ്പുകളാണ്. രണ്ടാമത്തെ കാര്യം ഈസി മെയിൻ്റനൻസ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന പമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കൂൾഡ് പമ്പുകളാണ്. പല സ്ഥലങ്ങളിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ കൂൾഡ് പമ്പുകൾ അവർ പണിയുന്നില്ല, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പല സർവീസ് സെൻ്ററുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്. ഇതിലും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പിന്നത്തെ കാര്യം വാട്ടർ കൂൾഡ് പമ്പുകൾ എല്ലാ HP-ലും ഏത് റേഞ്ചിലും അവൈലബിൾ ആണ്. എന്നാൽ ഓയിൽ കൂൾഡ് പമ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചില കമ്പനികൾക്ക് മാത്രമാണ്. നമ്മളിപ്പോൾ നോർമലി എടുക്കുന്ന 4 ഇഞ്ചിന് പകരമായിട്ട് 6 ഇഞ്ച് 8 ഇഞ്ച് അങ്ങനെ വളരെ ചുരുക്കം കമ്പനികളാണ് ഓയിൽ കൂൾഡ് പമ്പുകൾ ഇതേപോലത്തെ ഹയർ HP-ൽ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. എന്നാൽ വാട്ടർ കൂൾഡ് പമ്പുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഏത് HP-ലും അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് നമുക്ക് വാട്ടർ കൂൾഡ് പമ്പുകളിൽ ചിന്തിച്ചെടുക്കാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഇത് ലോ വോൾട്ടേജ് സൈറ്റുകൾക്ക് സ്യൂട്ടബിൾ അല്ല. ലോ വോൾട്ടേജ് സൈറ്റുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കൂൾഡ് പമ്പുകളാണ്. അപ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലെത്താം. നമ്മൾ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ സൈറ്റിൽ ഓയിൽ കൂൾഡ് ഏതൊക്കെ സൈറ്റിൽ വാട്ടർ കൂൾഡ് എന്നുള്ളൊരു ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. രണ്ടാമത്തെ കാര്യം, കൺസപ്ഷൻ കുറവാണ്. ഓയിൽ കൂൾഡ് പമ്പുകൾക്ക് വാട്ടർ കൂൾഡ് പമ്പുകളെ അപേക്ഷിച്ച് കൺസപ്ഷൻ കുറവുള്ളതാണ് ഓയിൽ കൂൾഡ് പമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ എടുക്കുന്ന 1 ആംപിയറോ 2 ആംപിയറോ ഒക്കെ എക്സ്ട്രാ എടുക്കുന്ന ഒരു കറണ്ട് വാട്ടർ കൂൾഡ് പമ്പുകൾക്ക് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ചീപ്പർ ഓപ്ഷനാണ് ഓയിൽ കൂൾഡ് പമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ടർ കൂൾഡ് പമ്പുകൾ പൊതുവെ നമ്മുടെ ഒരേ കമ്പനികളുടെ തന്നെ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഡെക്കാൻ്റെ എക്കി ബ്രാൻഡിൻ്റെ ഓയിൽ കൂൾഡും വാട്ടർ കൂൾഡും ആണ്. ഇവരുടെ ബ്രാൻഡിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ കൂൾഡ് പമ്പാണ് വാട്ടർ കൂൾഡ് പമ്പുകളേക്കാൾ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള ഓപ്ഷനാണ്. വാട്ടർ കൂൾഡ് പമ്പുകൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെന്ന് പറയാം. എന്നാൽ ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്കിപ്പോൾ വാട്ടർ കൂൾഡ് പമ്പുകൾ അവൈലബിൾ ആണ്. ഞാൻ പറയുന്ന നല്ല ക്വാളിറ്റി ഒരു ബ്രാൻഡഡ് പമ്പിൻ്റെ ഒരേ കമ്പനിയുടെ തന്നെ 2 പമ്പും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ കൂൾഡ് പമ്പുകളായിരിക്കും ചീപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഓയിൽ കൂൾഡ് പമ്പുകളുടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ആ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒന്നാമത്, വോൾട്ടേജ് കുറവുള്ള സൈറ്റുകളിൽ, ഇപ്പോൾ ചില സൈറ്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 160 വോൾട്ടേജ് 170 വോൾട്ടൊക്കെയാണ് നമുക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സൈറ്റിലേക്ക് ലാസ്റ്റിംഗ് കൂടുതലുള്ള വാട്ടർ കൂൾഡ് ആണെങ്കിൽ പോലും വാട്ടർ കൂൾഡ് ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെന്ന് വരും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് കുറവായതുകൊണ്ട് ഹൈ കൺസപ്ഷൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് ഓയിൽ കൂൾഡ് പമ്പുകൾ തന്നെയായിരിക്കും. ഇതിൽ ഓയിൽ കൂൾഡ് ഏതാ വാട്ടർ കൂൾഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇത് റൈറ്റ് സൈഡിലിരിക്കുന്നതാണ് ഓയിൽ കൂൾഡ് പമ്പ്, ഇത് വാട്ടർ കൂൾഡുമാണ്. ഈ ഓയിൽ കൂൾഡ് പമ്പിൽ കമ്പനി തന്നെ ഓൾറെഡി ഓയിലെല്ലാം ഫില്ല് ചെയ്ത് വിടും. വാട്ടർ കൂൾഡ് പമ്പുകൾ നമ്മൾ തന്നെ തുറന്ന് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ലോ കൺസപ്ഷൻ, അതും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 2 പമ്പുകളും കമ്പയർ ചെയ്താൽ കുറവ് കൺസപ്ഷൻ വരിക ഓയിൽ കൂൾഡ് പമ്പുകൾക്ക് തന്നെയായിരിക്കും.
വാട്ടർ കൂൾഡ് പമ്പുകളെ പോലെ ഹയർ HP പമ്പുകളും ഒരുപാട് മോഡൽസും ഇല്ല എന്നുള്ളത് ഓയിൽ കൂൾഡ് പമ്പിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചീപ്പറാണ്. പിന്നെ വേണമെങ്കിൽ പറയാവുന്ന കുറച്ച് ഡീമെറിറ്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ ഓയിൽ സീൽ ആയതുകൊണ്ട്, അതായത് ഓയിൽ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഓയിൽ ലീക്കേജ് ആവുമോ വെള്ളം അകത്ത് കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംപ്ലയിൻറ്റ് വരും എന്നുള്ളൊരു 100% ഉറപ്പാണ്. അത് തന്നെയാണ് അതിന് വരുന്ന പ്രശ്നങ്ങൾ. ഇതിൻ്റെ തുടക്കകാലത്ത് വന്ന പല കമ്പനികൾക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിരുന്നു. അപ്പോൾ പലരും അത് ഈ ഓയിൽ കൂൾഡ് പമ്പുകൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. അവരത് വേണ്ടെന്ന് വെക്കും, ചിലർ റിപ്പയർ ചെയ്യാൻ തയ്യാറാവില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ. പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് പല കമ്പനികളും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ വന്നു. അതിൻ്റെ പുതിയ വേർഷൻസ് വരാൻ നേരത്ത് പണ്ടത്തെ പോലെ ഒരു പ്രശ്നങ്ങൾ ഓയിൽ കൂൾഡ് പമ്പുകൾക്ക് ഇല്ല. എന്നാൽ ഈ പറയുന്നത് ചില കമ്പനികൾക്ക് മാത്രം ബാധകമാണ്. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്ന ചില കമ്പനികളും ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചാൽ, വോൾട്ടേജ് കുറവുള്ള സൈറ്റുകളാണോ, നിങ്ങൾക്ക് 160 170 അത്രയൊക്കെ വോൾട്ടേജ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഓയിൽ കൂൾഡ് മാത്രമാണ്. മറിച്ച് ഒരു 190 മേളിലെ സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് നിങ്ങളുടെ സൈറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ടർ കൂൾഡ് പമ്പുകളിലേക്ക് തന്നെ പോവുക. അതാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും ഞാൻ പലരുമായിട്ട് സംസാരിച്ച്, ടെക്നീഷ്യന്മാരായിട്ട് സംസാരിച്ചു, സർവീസ് സെൻ്ററുകളായിട്ട് സംസാരിച്ചു, എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കുറവുള്ളിടത്തിലേക്ക് മാത്രം ഓയിൽ കൂൾഡ് പമ്പുകളും, എന്നാൽ വോൾട്ടേജ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വാട്ടർ കൂൾഡ് പമ്പുകളുമാണ് നല്ലത് എന്നാണ് അവരുടെയും എൻ്റെയും ഒപ്പീനിയൻ. ഈ പറഞ്ഞ പോലെ പിന്നീട് ഒരിക്കൽ ഔട്ട് ഓഫ് വാറണ്ടി കേസുകളിലോ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ എളുപ്പമുള്ളതും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലോക്കലായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് വാട്ടർ കൂൾഡ് പമ്പുകൾ. ഓയിൽ കൂൾഡ് പമ്പുകൾ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. കാരണം അതിൽ വീണ്ടും ഈ ഓയിൽ ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് കംപ്ലയിൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പമ്പ് സെലക്ഷനെ കുറിച്ച് പെട്ടെന്നൊരു കാര്യം പറയാം. നമ്മൾ പലരും വിളിച്ചിട്ട് ഇപ്പോൾ 250 അടിയേ നമ്മുടെ കിണറുള്ളൂ, അതിലേക്ക് 1.5 HP ഞാൻ സജസ്റ്റ് ചെയ്താൽ ചോദിക്കും 1 HP വെച്ചാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. ചിലർ നേരെ തിരിച്ചും ചിന്തിക്കാറുണ്ട്. അതായത് ഇപ്പോൾ 100 അടിയുള്ള കിണർ, 150 അടിയുള്ള കിണറിൽ 2 HP മോട്ടോർ വെക്കണം, അത്രയും വെച്ചാലല്ലേ ശരിയാവുള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. HP കണക്ക് നിങ്ങൾ വിട്ടേക്കുക. HP 1/2 HP ആയിക്കോട്ടെ, 1 HP ആയിക്കോട്ടെ, 1.5 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, സൈറ്റ് വോൾട്ടേജ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മാക്സിമം വരുന്ന സൈറ്റിലെ ഹെഡ്, ആ സൈറ്റ് ഹെഡിനനുസരിച്ച് ഓരോ മോട്ടറും തരുന്ന ഡിസ്ചാർജ് നിങ്ങൾ കമ്പയർ ചെയ്യുക. 1 HP മോട്ടോർ വെച്ചാൽ എത്ര ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ കിട്ടും, 1.5 HP വെച്ചാൽ എത്ര ലിറ്റർ കിട്ടും, 2 HP വെച്ചാൽ എത്ര ലിറ്റർ കിട്ടും. ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കി എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒരു പർച്ചേസ് ചെയ്യുക. ഇപ്പം നനയാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ചെറിയ കിണറുകളാണെങ്കിൽ പോലും ഹയർ HP പോകേണ്ടി വരും. അത് നിങ്ങളുടെ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളും നിങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. HP എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യരുത്, മറിച്ച് സൈറ്റ് ഹെഡ് ആയിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പമ്പ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനെങ്കിലും കുറഞ്ഞ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്